തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ രേഖകൾ ലഭ്യമാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ. തൃശൂരിൽ 60,000-ലധികം വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ട്. വിവരങ്ങൾ ലഭിക്കാനായി അനിൽ അക്ര നൽകിയ അപേക്ഷ കളക്ടർ ഇന്നലെ തള്ളിയെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, എന്താണ് ടി.എൻ. പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്? കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയാണ് എന്നൊക്കെ പരസ്പര ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ചോദ്യത്തിനുള്ള മറുപടിയല്ലാത്ത കാര്യങ്ങളാണ് നേരത്തെ സുരേഷ് ഗോപി നൽകിയിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ കളക്ടർക്ക് അപേക്ഷ നൽകി. അപേക്ഷ തള്ളിയതിനെ കുറിച്ച് എന്താണ് ജില്ലാ കളക്ടർ പറയുന്നത്? എന്താണ് ടി.എൻ. പ്രതാപൻ പറഞ്ഞത്? സ്മൃതി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ അപേക്ഷ മുൻ MLA അനിൽ അക്കര ജില്ലാ ഭരണകൂടത്തിന് നൽകിയത്, ജില്ലാ കളക്ടർക്ക് നൽകിയത്. ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും, പുതിയതായി വോട്ട് ചേർത്ത മുഴുവൻ ആളുകളും സമർപ്പിച്ച രേഖകൾ ഉൾപ്പെടെ വിശദമായ വിവരാവകാശ അപേക്ഷയാണ് നൽകിയത്. പക്ഷേ ഈ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ മറുപടി നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷ തള്ളിക്കൊണ്ടുള്ള മറുപടിയാണ് നൽകിയതെന്നാണ് ഇന്ന് അനിലക്കരയും ടി.എൻ. പ്രതാപനും തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പ്രധാനമായും അവർ ആരോപിക്കുന്നത് ഈ വിവരം പുറത്തു വരാതിരിക്കാൻ വേണ്ടി മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന മറുപടി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭൗതിക സ്വത്താണ്, അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച മറുപടി നൽകാൻ, രേഖകൾ നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് നൽകിയതെന്നാണ് ഇവരും പറയുന്നത്. ഏതായാലും ഇത് മേൽ കമ്മീഷനെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് അനിലക്കരയും അതുപോലെ തന്നെ ടി.എൻ. പ്രതാപനും. ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനകം തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ആ പോലീസിൽ പരാതി നൽകിയതിന്റെ തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. തൃശൂർ ACPക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അതിനെ സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന അപേക്ഷ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായുള്ള ജില്ലാ കളക്ടർ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സ്മൃതി, ശരി. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.